നിർധനനായ യുവാവ് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്നു. എന്താണ് മൊയ്തു, വോട്ട് ചോദിച്ചിറങ്ങിയതാണോ? വോട്ട് ചോദിച്ചിട്ടൊന്നല്ല മാഷേ, പിന്നെ അതിലും വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ വന്നിക്കണത്. അപ്പൊ സംഭാവന ആയിരിക്കും. സംഭാവനയല്ല, സംഭാവനയെക്കാട്ടും വലിയ ബമ്പറായിട്ടാണ് വന്നിക്കണത്. ബമ്പറോ? ഒരു ലോട്ടറി അടിക്കാൻ പോവാണ് മാസിനും കുടുംബത്തിനും. എന്ത് ലോട്ടറി? മാഷേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ LDPന്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഐക്യകണ്ഠേനെടുത്തൊരു തീരുമാനം, LDPന്റെ സ്ഥാനാർത്ഥി ഈ പെരേന്നായിരിക്കണം എന്നാളാ. എന്തേ മാഷേ? അപ്പൊ നിങ്ങളങ്ങ് തീരുമാനിച്ചു അല്ലേ? അങ്ങനെയല്ല മാഷേ, പാർട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അത് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്താ നിങ്ങളുടെ പാർട്ടിയിൽ ആളില്ലാണ്ടായോ? അങ്ങനെയല്ല മാഷേ, അത് എന്താണെന്ന് അറിയാം, മാഷോട് തുറന്ന് പറയാലോ. അതായത് ഇന്നലെ ഇപ്പോൾ LDPന്റെ നമ്മൾ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചർച്ച നടത്തി ആരായിരിക്കണോ സ്ഥാനാർത്ഥി എന്നുള്ളത് കുറിച്ച്. അപ്പോൾ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല. കാരണം അതിപ്പോൾ ഓരോരുത്തരെ ചില പേര് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ്. അല്ല, എന്നാ പിന്നെ മൊയ്തൂനൊന്ന് നിന്നൂടായിരുന്നു. മാഷേ, മൊയ്തൊക്കെ നിൽക്കണ്ട, മൊയ്തൊക്കെ നിന്നാലും 8 നില പൊട്ടും. പക്ഷേ അണികൾക്ക് തന്നെ നമ്മളെ പറ്റി ഒരു അഭിപ്രായം ഇല്ല, പിന്നെ വെറുതെ നിന്നൊരു കോലം കിടന്നല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ പാർട്ടിന്റെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു അഭിപ്രായം, ഈ പെരേന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ വിജയം ഉറപ്പാന്നുള്ളത്. അതെ അല്ലേ സുമേഷ് ചേട്ടാ? അപ്പൊ മാഷ് ഇപ്പൊ 25 കൊല്ലമായിട്ട് ഉണ്ടാക്കിയ ഒരു ആൾക്കാരായിട്ട് ഉണ്ടാക്കിയ ഒരു സ്നേഹം, അപ്പൊ ഞാൻ അടക്കം മാസ സിസ്റ്റനാണ് അല്ലേ? അങ്ങനെ ഒരുപാട് സിസ്റ്റേക്കണെങ്കിൽ പിന്നെ മാഷ മക്കൾ, ഈ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. പിന്നെ അപ്പൊ സ്ഥാനാർത്ഥി ഇവിടുന്ന് ആയിരിക്കണം, അതാണ്. 25 കൊല്ലമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സൽപ്പേര് കളഞ്ഞു കുളിക്കണമെന്നാണ്. അങ്ങനെ പറയരുത് മാഷ, അതല്ല, അതിപ്പോ നമ്മളെ പാർട്ടിന്റെ പിൻബലം നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ കൂടെ ഒക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമല്ലേ. എന്നാലും മൊയ്തു, ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും നിൽക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല മാഷല്ല, ഞാനല്ലേ മാഷല്ലേ, ഞങ്ങൾ മാഷപ്പോ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല അല്ലേ? മാഷ് റെസ്റ്റ് എടുക്കണപ്പോ. ഇപ്പൊ പാർട്ടിന്റെ പുതിയ തീരുമാനം എന്താ വെച്ചാൽ യൂത്തിനെ ഇറക്കണം എന്നാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോ മാഷ മക്കളിൽ ആരെങ്കിലും ഒരാള്, ശീതളിനോ സത്യശീലനോ അതിലേതെങ്കിലും ഒരാള്. അതെ, ഞാൻ വിളിക്കാം. ശീതളാ, ശീതളാ, ശരിയാ, നിങ്ങളെ കാണാൻ വന്നതാ. എന്താ മാഷന്നെ പറഞ്ഞോളി. അത് വേണ്ട, മൊയ്തു തന്നെ പറഞ്ഞോ. അതെ ശീതള, പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണല്ലോ മോനെ. ഞങ്ങളെ വോട്ട് ചെയ്യാൻ വരും. വോട്ട് ചെയ്യണം. വോട്ട് ഇപ്പൊ എല്ലാ കൊല്ലവും നിങ്ങളെ വോട്ട് ഞമ്മക്ക് അറിയാം. ഇപ്രാവശ്യം വോട്ട് മാത്രം പോരാ. അതായത് നമ്മളെ പാർട്ടിയുടെ ഒരു തീരുമാനേ LDPന്റെ സ്ഥാനാർത്ഥി ഈ പെരന്നായിരിക്കണം എന്നാണ്. അയ്യോ, അച്ഛനിപ്പോ ആദ്യത്തെ പോലെ ഒന്നും വായിക്കില്ല. എടാ, അവനെ എന്നെയല്ല ഉദ്ദേശിക്കണേ, നിങ്ങളെ യൂത്തിനെ. അതായത് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ നിന്നിട്ടണം പാർട്ടിക്ക്. ഏട്ടനിപ്പോ ഒരു 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. ഏട്ടന് ഒന്നാമത്തേതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളാ. അല്ല, ഏട്ടൻ മാത്രമല്ലല്ലോ, അനിയനും നിൽക്കുകയാണ്. അയ്യോ മൊയ്തുക്ക, നമ്മളെ വിട്ടേക്ക്. എനിക്കൊന്നാമത്തത് പരിചയമില്ലാത്തൊരു ഫീൽഡാ. അല്ല, നമ്മളൊക്കെ ഇപ്പൊ എന്ത് പരിചയം ഫീൽഡിലേക്ക് വന്ന് ആണോ ഉണ്ടിയെ? ഇതൊക്കെ പരിചയപ്പെടുകയാണ് സീതള ചെയ്യാ. അല്ല, എന്നാലും ചേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കാം, എന്താ പറയണേന്ന് അറിയില്ല. അങ്ങനെയല്ല, അപ്പൊ മാസ പാത പിന്തുടരുന്ന ഒരു മോപ്പ സീതള അല്ലേ? നിങ്ങളും മാസാണ്. അല്ല, എനിക്ക് പറ്റില്ല. നിങ്ങളൊന്ന് പറയ്, ഏട്ടനോട് സംസാരിച്ചു നോക്കൂ. പിന്നെ ഏട്ടനൊന്ന് വിളിക്കുക.